ഇസ്രായേലിൻ്റെ പിതാവാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ദൈവം, സർവശക്തനായ ദൈവം തന്നെ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ വിളിക്കുന്നു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ പ്രവചനം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. മെസൊപ്പൊത്തോമിയ എന്ന പുരാതന പട്ടണത്തിൽ ജീവിച്ച മനുഷ്യനാണ് എബ്രഹാം. അദ്ദേഹം ബഹുസമ്പന്നനായിരുന്നു, ധനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് സമ്പന്നനായിരുന്നു. തേരഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവരുടെ വീട്ടിൽ ധാരാളം വിഗ്രഹങ്ങളെ നിർമ്മിച്ചിരുന്നു. അതിൻ്റെ ബിസിനസ് ചെയ്തിരുന്നു. എന്നാൽ തേരഹിൻ്റെ മകനായ അബ്രഹാം എന്ന ചെറുപ്പക്കാരന് ആ പ്രവണതയോട് മനസ്സുകൊണ്ട് വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പിൻ്റെ മധ്യത്തിൽ അവൻ കേട്ടിട്ടില്ലാത്ത ദൈവം, കണ്ടിട്ടില്ലാത്ത ദൈവം, തേജോമയനായ ദൈവം, മനുഷ്യനിർമ്മിതമല്ലാത്ത ദൈവം, സങ്കല്പമല്ലാത്ത ദൈവം, മനുഷ്യനല്ലാത്ത ദൈവം അവനോ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. അവനൊരു തേജസ്സാണ് കണ്ടത്, തേജോമയനായ ദൈവം. ആ ദൈവം അവനോടൊരൊറ്റ ഡിമാൻഡാണ്, കമാൻഡാണ്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അങ്ങനെ നീ പോയാൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ കാര്യം ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ അസാധ്യതകളുടെ ഒരു കൂമ്പാരത്തിലാണ് അബ്രഹാം നിൽക്കുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഇതാണ് ആദ്യത്തെ വാക്ക്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അബ്രഹാമിന് മക്കളില്ല, മക്കളുണ്ടാകാനുള്ള സാധ്യതയുമില്ല. വയസ്സ് 75. ഒരു പക്ഷേ ഉണ്ടാകാം, പക്ഷെ സാധ്യതയില്ല. ഈ മനുഷ്യനോട്, അസാധ്യതയുടെ കൂമ്പാരത്തിൽ നിൽക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ആ ജാതിയാണ് ഇസ്രായേൽ. ഇനി കേക്ക്, ഈ അബ്രഹാമിന് ഈ പ്രോമിസ് കിട്ടിക്കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞപ്പോൾ, അതായത് അവരുടെ 100-ാമത്തെ വയസ്സിൽ ഇവരുടെ മകൻ ജനിക്കുന്നു. അവൻ്റെ പേര് ഇസഹാക്ക്. ഈ ഇസഹാക്കിന് 15 വയസ്സായപ്പോൾ അവനെ യാഗം കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നു. ബൈബിൾ മനുഷ്യക്കുരുതിയെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇതൊരു ടെസ്റ്റായിരുന്നു, ടെംപ്റ്റേഷൻ അല്ലായിരുന്നു. ടെസ്റ്റ് പ്രൊമോഷന് വേണ്ടിയാണ്. അബ്രഹാമിന് ദൈവം പ്രൊമോഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഏതാണ് ആ പ്രൊമോഷൻ എന്നറിയാമോ? വിശ്വാസികളുടെ പിതാവ് എന്ന പ്രൊമോഷൻ. അതിനുവേണ്ടി തീരുമാനിച്ചിട്ട് ഈ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ആ ടെസ്റ്റ് പാസ്സായി. ഞാൻ കഴിക്കും, നിന്നെ എനിക്ക് വിശ്വാസമാണ്. നിന്നെ എനിക്ക് വിശ്വാസമാണ്, ഞാൻ കഴിക്കും. അവൻ ആ കുഞ്ഞിനെ കൊണ്ട് കൈയും കാലും കെട്ടി യാഗപീഠത്തെ കിടത്തി. ആ കുഞ്ഞിനെ നിങ്ങളൊന്ന് നോക്കി, എന്നാ കുട്ടിയെ അവൻ
ഈ കാലത്ത് വല്ല പിള്ളേരും ഇങ്ങനെ കാണിക്കുമോ? ഈ വയസ്സായ അപ്പനും ഭ്രാന്തായിരിക്കും. 100 വയസ്സ് കഴിഞ്ഞവൻ ഇനി എന്തെല്ലാം മണ്ടത്തരം കാണിക്കും. ഇപ്പോൾ ഒരു 80 കഴിയുന്നവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കണ്ടാൽ നമ്മൾ തന്നെ ലജ്ജിച്ചു പോകും. ആ മകൻ്റെ മകനാണ് നമ്മുടെ ഇസ്രായേൽ. അപ്പം ദൈവം അനുഗ്രഹിച്ചവനാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൈനീട്ടി മേടിച്ചവൻ്റെ മകനായി ഇസ്രായേൽ. അതുകൊണ്ട് അവൻ തെറ്റുകാരനാണെങ്കിലും അവൻ അനുദപിച്ച് മടങ്ങി വന്ന് അനുഗ്രഹം പ്രാപിക്കും. ഗാഡ് ബ്ലെസ് യു.